ഹലോ, നമസ്കാരം സുഹൃത്തുക്കളെ. എല്ലാവരും സേഫാണല്ലോ അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. ഞങ്ങളും സേഫാണ്, ഒരു കുഴപ്പമില്ല. പിന്നെ ഇന്നലെ ഞാൻ രാത്രി വീട്ടിൽ ചെന്നപ്പോൾ ഒരു വാർത്ത കണ്ടായിരുന്നു ടി വിയിൽ കേട്ടോ. ഹലോ സുഹൃത്തുക്കളെ, നിങ്ങൾ നോക്കൂ, പ്രവാസി മലയാളികളുടെ കാര്യം 2 മണിക്കൂർ കഴിഞ്ഞാലേ എന്തെങ്കിലും പറയാൻ പറ്റത്തുള്ളൂ. 2 മണിക്കൂർ നേരത്തേക്ക് വളരെ നിർണായകമാണ് അവരുടെ കാര്യങ്ങൾ. പ്രവാസി മലയാളിയുടെ കാര്യം ഇന്നലെ രാത്രി 2 മണിക്കൂറിന് ശേഷം എന്താ സംഭവിച്ചെന്ന് നമുക്ക് പോലും അറിയില്ല. നമുക്കറിയുമോ? എന്നുവെച്ചാൽ നമ്മൾ സ്റ്റേഡിയത്തിലിരുന്ന് ക്രിക്കറ്റ് കളി കണ്ടുകൊണ്ടിരിക്കുക. ആ കളിയുടെ ഇടയ്ക്ക് വിളിച്ച് പറയുന്ന അനൗൺസ്മെൻ്റാണ് നമ്മൾ ഇന്നലെ കേട്ടത്. എന്തോ പറയാനാ? ഈ പ്രവാസി മലയാളി എന്നും പറഞ്ഞിട്ട് എല്ലാവരും നമ്മുടെ മണ്ടയിലോട്ട് കയറാൻ പറ്റുന്ന എന്തിനാ? നമ്മളിവിടെ സേഫാണ്, നമ്മൾ നല്ലപോലെ ഇവിടെ ജീവിച്ചു പോകുന്നുണ്ട്, നമുക്കൊരു പ്രശ്നവും ഇല്ല. പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മളൊക്കെ ഇങ്ങനെ വന്നിരിക്കുമോ? ഇല്ലല്ലോ. അപ്പോൾ പിന്നെ ഇവർക്ക് എന്തും വിളിച്ച് പറയാനുള്ള ഒരു ചാനലായിട്ട് മാറിയിരിക്കുക അത്. അപ്പം വായി വരുന്ന എല്ലാം വിളിച്ച് പറയുക. പ്രവാസി മലയാളികളുടെ കാര്യം 2 മണിക്കൂർ നേരത്തെ ഒന്നും പറയാൻ പറ്റത്തില്ല എന്നാണ് അവർ പറയുന്നത്. ഇത് പറഞ്ഞിട്ട് 24 മണിക്കൂർ ആകുന്നുണ്ട്, എന്നിട്ടൊന്നും സംഭവിച്ചിട്ടില്ല. നമ്മളെല്ലാവരും അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട്, ഇല്ലേ? ഇവർക്ക് എന്തെല്ലാം കാര്യങ്ങൾ നാട്ടിപ്പോൾ ചെയ്യാനും പറയാനും ഉണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇന്നലെ പൊങ്കാലയ്ക്ക് പോയ പെണ്ണുങ്ങൾക്ക്, പാവപ്പെട്ട അമ്മമാർക്കൊന്നും കുടിവെള്ളമില്ല. കാശുള്ളവരെല്ലാം കുപ്പിവെള്ളം മേടിച്ച് ഉപയോഗിക്കുമെന്ന് കൂട്ടാം. കുടിക്കാൻ കുറച്ച് വെള്ളം കൊടുക്കേണ്ട കടമയില്ലേ? അതവർ ചെയ്തിട്ടില്ല. ഇതിനെപ്പറ്റിയൊന്നും പറയാൻ റിപ്പോർട്ടർ ചാനലിൽ നിന്ന് സമയമില്ല. പാവപ്പെട്ട പ്രവാസികളെ എങ്ങനെയെങ്കിലും തുരത്താനുള്ള പരിപാടിയാണ്. ആ വെള്ളം ഇല്ലാഞ്ഞിട്ട് ആ അമ്മമാർ പലരോടും പൈസ കടം മേടിച്ചിട്ട് അവർ വെള്ളം മേടിച്ചത്. കാരണം പാവപ്പെട്ട അമ്മമാരും അതിനകത്ത് ഒരുപാടുണ്ട്. അവരൊക്കെ ഒരാഗ്രഹം, ഒരു നേർച്ചയ്ക്കും വേണ്ടി വരുന്നതാണ്, അല്ലേ? എല്ലാവരും സിനിമാ നടികളോ സീരിയൽ നടിമാരോ ഒന്നും അല്ല, പാവത്തങ്ങൾ അങ്ങുണ്ട് അതിനകത്ത്. അപ്പോൾ അവർക്ക് ഇച്ചിരി വെള്ളം കൊടുത്തുകൂടായിരുന്നോ? അവരെവിടെ നിന്ന് 50 രൂപ ഉണ്ടാക്കി വെള്ളം മേടിക്കണം? അവരുടെ കൈ പൈസ ഇല്ലെങ്കിലോ? ഒറ്റപ്പെട്ട് വരുന്നവരും അതിനകത്ത് പലരും ഉണ്ടാവില്ലേ? അതിൻ്റെ പുറകെ പോകാൻ സമയമില്ല, അതിനെപ്പറ്റി അന്വേഷിക്കാൻ സമയമില്ല, അതിന് വേണ്ടി തീർപ്പുണ്ടാക്കി കൊടുക്കാൻ സമയമില്ല. എന്നിട്ട് ഗൾഫിൽ കിടക്കുന്ന പ്രവാസി പാവപ്പെട്ട മലയാളികളെ അവർക്കങ്ങ് സഹിക്കാൻ പറ്റുന്നില്ല. എന്ത് ചെയ്യണം അവർക്ക്? എങ്ങനെ ചെയ്യണം? എന്താരെ ഇതൊക്കെ അവർ ചിന്തിക്കുന്നത്. എങ്ങനെയെങ്കിലും നമ്മുടെ മണ്ടേ കയറണം, അത്രേ അവർക്കുള്ളൂ. എന്തിനാ അവരെന്തോ ചെയ്തെന്ന്? അവരെന്തോ നമുക്ക് വേണ്ടി ചെയ്യുന്നത്? പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊന്നും ചോദിക്കാനും പറയാനും ഒന്നും ആരുമില്ലല്ലോ. അവർക്കെന്തും വിളിച്ച് പറയാം, വായി വരുന്ന എല്ലാം. അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മളാരും ഭയപ്പെടേണ്ട ഒരു ആവശ്യമില്ല. നമ്മളിവിടെ സേഫാണ്. നമ്മളിനി എങ്ങനെ പോയാലും നമ്മളിവിടെ സേഫാണ്. നമുക്കൊരാപത്തും അവർ വരുത്തത്തില്ല. അത് 100% നമുക്ക് ഉറപ്പാണ്. നമ്മൾക്ക് എല്ലാവർക്കും അത് ഉറപ്പല്ലേ? നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ നമ്മളിങ്ങനെ വന്നിരിക്കുമോ? നമ്മൾ ഇങ്ങനെ സംസാരിക്കുമോ? ഇല്ല. നമ്മളെല്ലാവരും ആക്റ്റീവാണ്. നമ്മളെല്ലാവരും ഓപ്പണായിട്ട് നമ്മുടെ ജോലിക്ക് പോകുന്നുണ്ട്, നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഇല്ലേ? പിന്നെ ഒരു ചെറിയ ഭയം എല്ലാവർക്കും ഉണ്ടോ? ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. എന്ന് വെച്ച് അത് നമ്മളെ തുരത്താനൊന്നും അല്ല, ആണോ? ഒരിക്കലും അല്ല. എന്ത് വന്നാലും നമ്മളെ അവർ നോക്കിക്കോളും. അതുകൊണ്ട് നമ്മളാരും പേടിക്കേണ്ട ആവശ്യമില്ല. ഈ വാർത്തയൊന്നും കേട്ട് ആരും ഞെട്ടാൻ പോകണ്ട, ആരും ഞെട്ടുകയും ചെയ്യരുത്. എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റി ആ ചാനലുകാർക്ക് നല്ലൊരു മറുപടി കൊടുത്താൽ നന്നായിരിക്കും. അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക, പ്രാർത്ഥിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ഞങ്ങളെല്ലാവരും ഹാപ്പിയാണ്. ഓക്കെ, അപ്പം നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ.